ഫ്രണ്ട്സ്, എല്ലാവർക്കും മെജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എൻ്റെ അമ്മച്ചി. ഇന്നൊരു ദിവസം ദൈവം ദാനം എത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ അല്ലേ? ഇന്നത്തെ ദിവസം എൻ്റെ ദൈവമേ മൊത്തത്തിൽ ഇന്ന് വായിക്കായിരുന്നേ. അയ്യോ പാടായിര പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നു. ഇത്തിരി നേരം ഒന്ന് ഇവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കൊണ്ട് ഈ പോൾമോൻ, ഞാൻ പറഞ്ഞില്ലേ അന്ന് റയിച്ചാനും പോൾമോനോടെ പോയി അവൻ്റെ ടീഷർട്ട് നോക്കി വാങ്ങിച്ചുകൊണ്ട് വന്ന് വെറുതെ പൈസ കൊടുത്ത് ഈ പറഞ്ഞില്ലേ ഈ കമ്പനികളിൽ തമ്മിലും വ്യത്യാസം കാണുമല്ലേ ഈ നമ്പറിൽ. നല്ല ബ്രാൻഡഡ് കമ്പനി എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം അല്ലാത്ത കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇപ്പോൾ 4XL ഒക്കെ 3XL മതി. അങ്ങനെ അവർ അവിടെ വെച്ചോർന്ന് ഇട്ട് നോക്കിയെന്ന് പറയുന്നത്. ഇട്ട് നോക്കിയിട്ട് റയിച്ചാൻ ഇഷ്ടപ്പെട്ടു, മീൻസ് കുഴപ്പമില്ലാതെ തോന്നി. ഇവിടെ കൊണ്ടുവന്ന് 2 കഴിവൊക്കെ കഴിയപ്പോഴത്തേന് ഇങ്ങനെ ലൂസ് പോലെ അവൻ ഒന്നുകൂടെ അവൻ്റെ വണ്ണം അങ്ങ് കുറേയും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നു. അന്നോട്ട് പറയാം മമ്മി ഒന്ന് വാന്ന്. ഇപ്പം ഞാനിപ്പം കണ്ട് നോക്കിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഇവരെ കൊണ്ടുപോകാനാണെങ്കിലും നോക്കിയെടുക്കാനാണെങ്കിൽ ഞാൻ എടുക്കും. പ്രൈസ് മോനാണെങ്കിലും ഇപ്പം ഡിമാർട്ടിൽ നിന്ന് ഞാൻ പോയി എടുത്ത് കറക്റ്റ്. അവനിപ്പോൾ എന്നോട് ചോദിക്കും, പ്രൈസ് അമ്മ മമ്മിക്ക് എങ്ങനെ അറിയാം മമ്മി എൻ്റെ അളവ്? ഞാൻ പറഞ്ഞു, എടാ അമ്മമാർക്കും അവൻ്റെ അപ്പനമ്മമാർക്ക് അറിയാതെ എങ്ങനെ അറിയാതിരിക്കുന്ന മക്കളുടെ അളവ്. അങ്ങനെ മമ്മി എടുത്തുകൊണ്ട് വന്ന പ്രൈസിനെല്ലാം കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരൂടെ പോയി. റയിച്ചാൻ്റെ ഓഫീസിൻ്റെ അവിടെ അടുത്ത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളല്ല, നല്ല കമ്പനിയുടെ ഡ്രസ്സാകുമ്പോൾ അതനുസരിച്ച് റേറ്റും ഉണ്ട്. പിന്നെ നോർമൽ റേറ്റിനേക്കായി എന്നാലും ടീഷർട്ടിനൊക്കെ 700-800 രൂപയുടെയൊക്കെ ഉണ്ട്. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ വാങ്ങിച്ചു. 6 മണിക്ക് ഇവിടുന്ന് പോയ അയ്യോ വന്ന ഉടനെ പിന്നെ അവിടെ പ്രൈസമ്മോനുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഈ ടീഷർട്ട് പോലുള്ള ഈ വീട്ടിലൊക്കെ ഇടാനുള്ളത് പോലുള്ളതില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിമാർട്ടി അവിടുന്ന് വന്നു. പിന്നെ ഇങ്ങോട്ട് കയറി 9:30-9:45 വന്നു. പച്ചന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ അവിടെ കടയിൽ നിന്ന് അവിടെ ഒരു കാരണം രാവിലെ സൺഡേ ഞങ്ങൾക്ക് അവിടെ പോയായിരുന്നു. അത് കഴിഞ്ഞ് വിശന്ന് പോയി ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇഡലി വടയും ഇവർക്ക് മസാല ദോശ മതിയെന്നാണ് അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചന് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. നീ എടുക്കുക വന്നിട്ട് പപ്പായ്ക്ക് ഫോൺ ചെയ്യും. ഇട് കംഫർട്ട് ഇട്. തുണി കഴുകിയില്ലെന്ന്, അതുകൊണ്ട് ഇപ്പം തുണി കഴുകുന്നുള്ളൂ. ഇപ്പം മണി 11 ആകാറായി. ഞാൻ എന്തോന്നേരം എഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് തീരെ വയ്യാകെ തളർന്നു പോയി. ഞാൻ പറയുമായിരുന്നു ഞാൻ അങ്ങ് കിടക്കാൻ പോയിരുന്നു. കാലും നടുവൊന്നും വയ്യ, നടന്നു. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പ്രൈസം മോന് ഷൂ വേണമായിരുന്നു. അപ്പം റയിച്ചാൻ ഒരു ഷൂ ഇഷ്ടപ്പെട്ടു, അവന് വേറൊന്നും ഇഷ്ടപ്പെട്ടു. അപ്പം രണ്ടും ഇട്ടിട്ട് പുള്ളിക്കാരൻ അതൊന്ന് നടന്നു നോക്കുന്നു. അപ്പം അവൻ ഏതാ സെലക്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറയണേ, ഞാനൊന്ന് കാണിക്കാം. അതിലേതായിരിക്കും പ്രൈസം മോൻ സെലക്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഭൂരിപക്ഷം ഏതാ പറയുന്നതെന്ന് ഒന്ന് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ്, ഞാൻ അന്നേരം ഇൻട്രോ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അവിടുത്തെ വിയർപ്പൊന്നും ഞാൻ കണ്ടില്ല. വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ തുണിയൊക്കെ അടുക്കള വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് ഡാഡിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് വന്നത് തന്നെ റീച്ചാ എനിക്ക് തീരെ വയ്യ, നടുവൊന്നും വയ്യ, ഒന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞാൽ വന്ന ഉടനെ തുണി കഴുകണമെന്ന് വെച്ചു. തുണി കഴുകാം. അവർ പോൾ വന്നിട്ട് നേരത്തെ വന്നിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. റീച്ചാൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സൺഡേയിൽ കിട്ടുന്ന കൂട്ടുകാരൻ്റെ അടുത്ത് അവരുടെ കളിക്കാൻ പോയി. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അങ്ങനെ പോയി. എനിക്ക് ആ ക്ഷീണം, അവർക്കൊന്നും അങ്ങനെ ഒരു ക്ഷീണമില്ല. അപ്പോൾ ഞാൻ പിന്നെ വിയർത്ത് അത്ര അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് വിയർത്ത് വന്നപ്പോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടത് കണ്ണിൻ്റെ അവിടെ എല്ലാം വിയർപ്പ് പോലെ. അവൻ ഇന്നത്തെ ദിവസം രാവിലെ ഇത് സൺഡേലത്തെ വീഡിയോ അല്ല, അതിന് മുമ്പിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഇന്ന് ഈ ഇൻട്രോ ഒക്കെ എടുത്തത് ഈ സൺഡേലത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ എനിക്കൊന്ന് മീനച്ചാറൊക്കെ ഇടണം. അപ്പം ഇന്ന് രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ഇന്നലെ ബ്രെഡ് വാങ്ങിച്ചു വെച്ചായിരുന്നു. അപ്പം ഇത് ഉരുളൻകിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ച് ഇന്നലത്തെ കൂട്ട് ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് കൂടെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെല്ലാം റെഡിയായി, മസാലയെല്ലാം മൂപ്പിച്ച് അതൊന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ മുട്ട ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ജോലി. ഇന്നലത്തെയൊക്കെ ഇത്തിരി കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിക്കാനോട് എന്തെങ്കിലും വെക്കണം. പിന്നെ മീനൊക്കെ ഞാൻ രാവിലെ എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വറുത്തെടുക്കണം. എല്ലാം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ അടപ്പത്ത് വെച്ചു. ചായയൊക്കെ റെഡിയായി. ഇപ്പോൾ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ജോമാസ് പറഞ്ഞായിരുന്നല്ലേ മിജീസിൻ്റെ ചായ കാണുമ്പം കൊതിയാ. അങ്ങനെ കഴിഞ്ഞ ദിവസം ജോമാസ് വീണ്ടും ജയ വെറൈറ്റിയും അജിത വെറൈറ്റി അവരെല്ലാം കൂടെ ജോമാസിനെ വീട്ടിൽ പോകണേ ഇരുന്ന് എൻ്റെ ചായയുടെ കാര്യവും കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ ഉടനെ വാട്സപ്പിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു അനിയൻ എൻ്റെ ഉണ്ടെന്ന്. അപ്പം അതും പറയുക, ചേച്ചി ശരിയാ, ചേച്ചി ചായ ആറ്റുന്ന കാണുമ്പോഴേ ഒരു നല്ല ഇതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഞാനും ഇങ്ങനെ ചിലരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഒരു അട്രാക്റ്റീവ് തോന്നുന്നുണ്ടേ. ചിലർ എനിക്ക് കട്ടൻ കാപ്പിയൊക്കെ ആരെങ്കിലും കുടിക്കുവാന്നേലോ പുഴുക്. അപ്പോൾ പുഴുക്കം ഒന്നും നമുക്ക് കിട്ടാറില്ല. എന്നാലും എനിക്കും കൊതി ഇങ്ങനെയൊക്കെ വരും പലർക്കും. അപ്പോൾ ജോമാസ് അത് ചായ ഞാനിങ്ങനെ ആറ്റുന്ന കാണുമ്പോൾ ആ ചായ കളർ കാണുമ്പോൾ ചായ കുടിക്കാനായിട്ട് പോകുമെന്ന് എല്ലാവരും എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കും. ഞാൻ ചായ വീണ്ടും ഒഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോസ് കളരിക്കൽ പുള്ളിക്കാരിയും പറയും. പുള്ളിക്കാരി എൻ്റെ മെൻസിയുടെയൊക്കെ വീഡിയോ കാണുന്നതാണ്. എൻ്റെ പഴയ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളിക്കാരിയും ചായയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ റീച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ ഈ ഞങ്ങളുടെ ബിൽഡിംഗ് സൊസൈറ്റിയിലല്ല, അപ്പുറത്തെ സൊസൈറ്റിയിൽ. അപ്പോൾ അവർ യു പിക്കാരാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ റീച്ച പുള്ളിക്കാരൻ്റെ ആ സൊസൈറ്റിയിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നത്. അവിടെ ആണെങ്കിൽ സൊസൈറ്റിയിൽ അതിനെല്ലാം സെപ്പറേറ്റ് സ്ഥലമുണ്ട് ബാഡ്മിൻ്റൺ കളിക്കാനും അതിനൊക്കെ. അപ്പം പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം റീച്ചാൻ്റെ ഈ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ എങ്ങാണ്ടായിരുന്നുണ്ടേ. അവൻ രണ്ട് ഇരട്ട കൊച്ചുങ്ങളാണ്. ഒരു സൈസ് നമ്മുടെ ഈ ക്ഷീര ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ഗോതമ്പ് കൊണ്ടുള്ള ഒരു അലുവ പോലെ കൊടുത്തു വിട്ട്. അപ്പോൾ ആ പാത്രം ഇവിടെ വരുന്നുണ്ടേ. അതിൻ്റെ അകത്ത് ഇത്തിരി എന്തോ നമ്മളുണ്ടാക്കുന്ന ഇതെന്നും പറഞ്ഞ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ വട്ടയപ്പം രാവിലെ ഞാൻ ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ അത് റീച്ചാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പിട്ട് കൊടുക്കാനാണ്. അവരുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം കൊടുക്കാനായിട്ട് അതിന് വട്ടയപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്ക് ഈ നട്ട്സും ഇതൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. പണ്ട് വട്ടയപ്പം ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് പോള് ട്യൂഷന് പോയേക്കുമായിരുന്നു. അപ്പം ഇന്നാളത്തെ കൂട്ട് തന്നെ പോളൊന്നും കഴിക്കാതെ രാവിലെ അങ്ങ് പോയതാണ്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, നട്ട്സൊക്കെ ഇട്ട വട്ടയപ്പമാണ്. ആള് 2-3 പീസ് എടുത്തങ്ങ് തിന്നു. ഞാൻ പറഞ്ഞിടാ എന്തുവാടാ അവൻ വട്ടയപ്പത്തിന് പറയുന്നത് എന്തുവാ ഇടിയപ്പം. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു നിനക്കിതൊന്നും വേണ്ടായിരുന്നല്ലേ, ഇതൊക്കെ ഇട്ടത് ഞാൻ ഇതിൻ്റെ അകത്ത് നട്ട്സൊക്കെ ഇട്ടേന്നല്ലേ. എൻ്റെ മമ്മി എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. ഞാൻ ഈ വട്ടയപ്പം ഇത് മാവ് ഒഴിച്ച് വെച്ചിട്ടേ ഒരു ഇച്ചിരി സമയം ലേറ്റായിപ്പോയി. അതിന് ഇച്ചിരിയും കൂടെ മുമ്പിട്ട് ഇതൊക്കെ എടുത്തിടണമായിരുന്നു. ഇതൊരിച്ചിരി ഞാൻ സ്പൂണും കൊണ്ട് അമക്കണം എനിക്ക്, എന്നാലേ അത് താപ്പോട്ട് പോകത്തുള്ളൂ. ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ഇതെല്ലാം അണ്ടിപ്പരിപ്പ് ഇത്തിരി കുഞ്ഞു പീസായിട്ടാണ് കണ്ടിച്ചിട്ടേക്കുന്നത്. 2 അവന്മാരും കഴിച്ചെന്നുള്ളതാണ്. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ടെല്ലാം സാധനങ്ങളെല്ലാം ഇട്ട് ബാക്കി ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇവന്മാർക്ക് എന്നാൽ ഇച്ചിരി വേണമെന്ന് പറഞ്ഞ് ഇതൊന്നും ഇടാതെ ഞാൻ ഉണ്ടാക്കി. പക്ഷേ അവന്മാർക്ക് ഇത് ഞാൻ കൊടുത്തിട്ട് ആ ഒരു തന്ന പാത്രത്തിൽ നിറച്ച് ഞാൻ കൊടുത്തു വിട്ട്, അവർ തന്ന ടിഫിൻ ബോക്സിൻ്റെ അകത്ത് കൊടുത്തു വിട്ടിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് എന്നിട്ട് ഞാൻ ബാക്കി കണ്ടിച്ച് വെച്ചത് ഇത് ഉള്ള ഈ സാധനങ്ങൾ കിസ്മിസും ഇതെല്ലാം ഇട്ടതും ഉണ്ടായിരുന്നു, അല്ല പ്ലെയിനും ഉണ്ടായിരുന്നു. പോളെടുത്ത് തിന്നത് ഈ കിസ്മിസൊക്കെ ഉള്ളയാണ്. ഞാനെന്നാൽ ഇവന്മാർക്ക് ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മറ്റേത് വെച്ചിരുന്നതാണ്, അതും എടുത്ത് കഴിച്ചു. ഞാനെന്നാൽ വൈകിട്ട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ വൈകിട്ടത്തേക്കിന് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ അത് എടുത്തതും കണ്ടിച്ചതും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി. മീനൊക്കെ എനിക്ക് വറുത്ത് ഞാൻ പറഞ്ഞില്ലേ അച്ചാർ ഇടണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ധൃതിയിലായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രീസന് ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അവൻ്റെ കുറച്ചൊക്കെ വീഡിയോ ഒന്ന് എടുത്തു. പിന്നെ ഇതിൻ്റെ ഈ അച്ചാർ ഇടാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒക്കത്തില്ല.
അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഓരോ സെറ്റ് ഇങ്ങനെ വറുത്തെടുക്കട്ടെ. ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് കഴിയുമ്പം പിന്നെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരും. എനിക്ക് പേടിയാണ് ചിലപ്പം. ഞാൻ അതുകൊണ്ട് ഇപ്പം എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിലിങ്ങെടുത്ത് മാറ്റി ഞാൻ, എന്നിട്ട് പിന്നെ ഒഴിക്കാമെന്ന് വെച്ച്. കാരണം അത് തിളച്ചിങ്ങനെ പതം ഇങ്ങനെ മേലോട്ട് വരും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇത്തിരി മോരൂടെ കാച്ചുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിന്നുടനെ അവിടെ ഭയങ്കര ഞാൻ സാർമാർ പഠിപ്പിക്കാത്ത പോലെ 1 2 3 എന്നൊക്കെ കേൾക്കുന്നു. അപ്പം ഞാൻ ചെന്ന് നോക്കി, എന്തുവാ പ്രൈസനെ ഇവിടെ എക്സർസൈസ് PT പീരീഡ് കിടന്ന് അവൻ ചെയ്യുക. Jump everyone. 1. Okay, half squat. 2. 1. Up. 2. Up. 3. Up. 4. Up. 5. Up. മുട്ടയൊക്കെ ദഹിച്ചല്ലേ, പ്രൈസിൻ്റെ എല്ലാം ദഹിച്ച്. ഡീപ് ബ്രീത്ത് എടുക്കുവാന്നോ? Hello, guys. 6. Up. 7. Up. 8. 9. Last one. 8. ഞാൻ അവനോട് പറയുമായിരുന്നു, രാവിലെ ബ്രെഡും മുട്ടയായിരുന്നല്ലേ കഴിച്ചതെല്ലാം ദഹിച്ചോടാന്ന് എക്സർസൈസ് ചെയ്ത്. അവന് ഈ ബോട്ടിലാണ് ഞാൻ വീട്ടിൽ വെള്ളം നിറച്ച് വെക്കുന്നത്. അവൻ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂളിൽ വേറെ ബോട്ടിലുണ്ട്. ഇതിപ്പം വീട്ടിലത്തേക്ക് ഞാൻ എടുത്തു വെച്ചതാണ്. സ്കൂള് ക്ലാസ് കഴിഞ്ഞ് വന്നുണ്ടേ എന്നോട് വന്ന് പറഞ്ഞു, മമ്മി കാന്താരി താഴെ നിൽക്കുന്നു, ഞാൻ പോയി പറിച്ചിട്ട് വരട്ടേന്ന്. അപ്പം ഞാൻ ഇന്നാളെ പറഞ്ഞു, ഈ കാന്താരി ഇവൻ ഇന്നാളിൽ പോയി പഴുത്തത് മാത്രം പറിച്ചുകൊണ്ട് വന്നു. അപ്പം മേളിൽ നിന്ന് ആരോ ഒന്നീ ചെടിക്ക് വെള്ളം ഒഴിക്കുക, അല്ലെ AC വെള്ളമാണോ എനിക്കറിയത്തില്ല, മഴത്തുള്ളി പോലെ ഇങ്ങനെ വീഴുന്ന കണ്ടോ. അങ്ങനെ അവൻ പറിച്ചുകൊണ്ട് വന്ന കാന്താരി, ഇത്രയും കാന്താരി പറിച്ചുകൊണ്ട് വന്ന് അത് ഞാൻ ഈ ചോറിൻ്റെ കൂടെ ഓരോന്നെടുത്ത് തിന്നും. നല്ലൊരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ അച്ചാറൊക്കെ ഞാൻ ഇട്ടായിരുന്നു. രാത്രിയാണേ അതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കോമൺ മീറ്റിംഗ് ആയിരുന്നു. കോമൺ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീറ്റിംഗ് 5 സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ 5 സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നതാണ് കോമൺ മീറ്റിംഗ്. അത് മാസത്തിൽ ഒരു ദിവസം. അന്നാണ് ഈ കർത്തൃമേശയൊക്കെ. അപ്പോൾ അന്ന് ബിരിയാണി അങ്ങനെ വല്ലതും ആയിരിക്കും. കാരണം എല്ലാവരും ഭയങ്കര ഒത്തിരി ദൂരേന്ന് വരുന്നവരാ. വീട്ടിൽ പോയി പിന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-2.5 മണിക്കൂറൊക്കെ ട്രെയിൻ പിടിച്ചൊക്കെ കയറി വരുന്നവരുണ്ട്. അപ്പോൾ അത്രയും ദൂരം ആകുമ്പോൾ ഫുഡ് അവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കും. അപ്പം അന്ന് ബിരിയാണി ആയിരുന്നു. ഞാൻ കഴിച്ചിട്ട് നോക്കിയോണ്ടേ പ്രൈസൻ എന്താണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ നോക്കിയോണ്ടേ റീച്ചാനെ എന്നെ കാണിച്ചത്. അതുകൊണ്ട് അവിടെ ചേറെ കുത്തിയിരിക്കുന്നെന്ന് തന്നെത്താനുള്ള ഞാൻ പോയി കഴിയുമെന്ന് എടുക്കാൻ പോയതാണ്. അപ്പം ഞാൻ നോക്കിയോണ്ടേ അവന് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ, അതുപോലെ അവൻ ഇന്ന് ലെഗ് പീസ് കിട്ടുകയും ചെയ്തു. അവനും വിശന്ന് പോയി. 1:30-2 മണി ആകാറായെന്ന് തോന്നുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ വരുന്ന കഴിപ്പ് കണ്ട ഒരാഴ്ച അവൻ ആഹാരം കഴിക്കാതിരിക്കുന്ന മട്ട. അവൻ 3 പോലും നോക്കുന്നില്ല, കുനിഞ്ഞിരുന്ന് കഴിക്കും. അതാ വിശക്കണമെന്ന് പറയുന്നത്. രാവിലെ പോയ പോക്കല്ലേ, വിശന്ന് ഊപ്പാടായി ആശാൻ. നിനക്ക് ലെഗ് പീസ് കിട്ടിയോടാ? അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇവിടെ ഡബിൾ റൊട്ടി എന്ന് പറയും, ദാബേലി എന്ന് പറയും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു.
ഇതവരൊരു സൈസ് മസാല ഉണ്ടാക്കും. അതിൻ്റെ അകത്ത് ഇച്ചിരി മധുരമൊക്കെ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ആ മസാലയുടെ മുകളിൽ മൊത്തം നമ്മുടെ മാതള നാരങ്ങയുടെ ആ അല്ലികൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ റീച്ചാനാണെങ്കിൽ അങ്ങോട്ട് പാൽ വാങ്ങിക്കാൻ അപ്പുറത്ത് പോയി. അപ്പോൾ റീച്ചാനോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നൊന്ന് ശരിക്കെടുത്തതിനായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഫില്ല് നിറച്ചിട്ട് പിന്നെ നമ്മുടെ കപ്പലണ്ടി വറുത്തതൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കും. കപ്പലണ്ടി വറുത്തത്, സവാള ഇതെല്ലാം അരിഞ്ഞിട്ട് അവർ തവയ്ക്കകത്ത് വെച്ചിട്ട് നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി മണ്ടയിലൊക്കെ ഇച്ചിരി നെയ്യൊക്കെ പുരട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് പിന്നെ നമ്മുടെ പാവിൻ്റെ അകത്താണ് ഈ വെക്കുന്നത്. അത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കപ്പലണ്ടി, സവാള, മാതള നാരങ്ങയുടെ അല്ലി, ഇച്ചിരി മധുരം, മസാല എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നേരത്തേക്ക് ഇതിന് 10 രൂപയായിരുന്നു. അത് പിന്നെ 15 ഇപ്പോൾ 18. ഇനിയും കാണിക്കുന്ന വീഡിയോ ഞങ്ങൾ ഇന്ന് സൺഡേ പോയ ദിവസത്തിലുള്ള. അപ്പം പ്രൈസൻ്റെ ഷൂവിൻ്റെ കാര്യം ഇത് കേട്ടോ. ഇതിലേത് ഷൂവാണ് അവൻ ഇഷ്ടപ്പെട്ടെ, അവൻ ചൂസ് ചെയ്തതെന്ന് പറയണേ. इसमें ज़्यादा मतलब कंफर्टेबल लग रहा है और इसमें भी थोड़ा कंफर्टेबल है. इसमें भी थोड़ा कंफर्टेबल लग रहा है, इसमें भी थोड़ा कंफर्टेबल. ये एडिडास ब्रांड है, वो कौन सा ब्रांड है? फिलहाल दोनों भी ब्रांड अच्छे हैं. ब्रांड छोड़ो, तेरे को कंफर्टेबल कौन सा अच्छा लगा? सोल इसका सोल मेरे को पसंद आया और इसका एल है, तेरे ऊपर है. तू बता क्या अच्छा എനിക്ക് लगा? ഇഷ്ടപ്പെട്ടത് ഇതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടൺ കൊണ്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.